എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നല്ല മഴയാണ് ഇവിടെ. അപ്പം ഓണം സ്പെഷ്യൽ അവിയലാണ് കേട്ടോ. പാലക്കാട് സ്പെഷ്യൽ അവിയലാണ്. ആദ്യം തന്നെ ഞങ്ങൾ ഇങ്ങനെ വെക്കുമെന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫോളോ ചെയ്യണേ. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യട്ടോ. അപ്പോൾ ഇത് വെള്ളരിക്ക ഉണ്ടോ? കുമ്പളങ്ങ എല്ലാം എടുത്തിരിക്കുന്നത് വെള്ളരിക്ക. ഇത്തിരി വെറൈറ്റി. കുമ്പളങ്ങ എടുക്കാം. കുമ്പളങ്ങ ഇല്ലാത്തപ്പോൾ വെള്ളരിക്ക എടുക്കും, വെള്ളരിക്ക ഇല്ലാത്തപ്പോൾ കുമ്പളങ്ങ എടുക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നിങ്ങൾ, അങ്ങനെ പാലക്കാട് സ്പെഷ്യൽ അവിയൽ കണ്ടാൽ അറിയുള്ളൂ. കുറച്ച് വെറൈറ്റിയാ. എല്ലായിടത്തും എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ വയ്ക്കുന്നത്. നമുക്ക് അവിയൽ വെക്കാം. ഒരു വലിയ കഷ്ണം ചേന എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 ക്യാരറ്റ്, പിന്നെ കൊത്തവരക്ക, 5-6 കൊത്തവരക്ക കേട്ടോ. കൊത്തവരക്ക പറഞ്ഞാൽ ബീൻസ് അല്ല കേട്ടോ, കൊത്തമര. പിന്നെ ഒരു 3 മുരിങ്ങക്കായി, പിന്നെ ചെറിയൊരു വെള്ളരിക്ക കേട്ടോ. ഇത്രയാണ് നമ്മൾ കഷ്ണങ്ങൾ ഇടുക കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. മൂടി വയ്ക്കാം. ഒന്ന് തിളക്കട്ടെ, എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ചേനയൊന്ന് വേഗണ്ടേ. അപ്പോഴേക്കും നമുക്ക് തേങ്ങ ഒന്ന് ചതച്ചിട്ട് വരാം. നമുക്ക് തേങ്ങ അരച്ചിട്ട് വരാം. വലിയൊരു മുറി തേങ്ങ കേട്ടോ. 4 പച്ചമുളക്, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചിട്ട് വരാം കേട്ടോ. നമുക്ക് കഷ്ണങ്ങൾ തിളച്ചാൽ നോക്കാം. തിളച്ചു കേട്ടോ. ഇതിൽ ഉപ്പിട്ട് കൊടുക്കാം. ചേന പെട്ടെന്ന് വേണ്ട കേട്ടോ. ഒന്നും കൂടി വേകട്ടെ. കഷ്ണങ്ങൾ വെന്താ നോക്കാം. കഷ്ണങ്ങളൊക്കെ വെന്തു കേട്ടോ. വെള്ളമൊക്കെ പാകത്തിനാണ് വറ്റിയിട്ടോ. ഇനി നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് നന്നായി ഇളക്കട്ടെ. അടിപൊളി അറിയില്ല. ഞങ്ങൾ മഞ്ഞപ്പൊടി ഇടില്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞത് സ്പെഷ്യലാണെന്ന്. ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കട്ടോ. നല്ല പുളിയുള്ളതാണ്. അടിച്ച് സെറ്റാക്കി വെച്ച് തൈര്. അടിപൊളിയാണ്. നിറച്ചും കറിവേപ്പില ഇട്ട് കൊടുക്കട്ടോ. ഓഫാക്കുക. ഇനി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ അവിയൽ. പാലക്കാട് സ്പെഷ്യൽ അവിയൽ. ഇതാണ് പാലക്കാട് സ്പെഷ്യൽ അവിയൽ കേട്ടോ. നല്ല വെള്ള കളർ. എന്നാൽ കളർഫുള്ളാണ്. അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യങ്ങളും വെച്ച് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഉണ്ണിക്ക് ചോറാക്കുക കേട്ടോ. അന്ന് വൈകുന്നേരം വരെ പരീക്ഷയുണ്ട്. 2 പരീക്ഷയാണ്, മലയാളം ഹിന്ദിയും. മാങ്ങാച്ചാറ് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണി. അച്ചാറ് പറഞ്ഞാൽ ഇത്ര പറയാം. ഇതിൽ തന്നെ ആക്കിയിട്ടാ. പിന്നെ നമ്മുടെ സ്വന്തം അവിയൽ. സ്വന്തം അവിയലോ? ചേന ചേന പെറുക്കിയെടുക്കേണ്ടി വരും.
ചേന, ചേന, കാർട്ട് ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ്. കാർട്ടേ, ഞാൻ എടുത്തോണ്ട ക്യാരറ്റ്. ചേന എടുക്കേണ്ടി വരുന്നു. മൊത്തമാക്കാനല്ല പറഞ്ഞു, എന്നാലും കുറച്ച്. ഇത് ഉണ്ണിക്ക്. ഏട്ടന് അച്ചാർ വേണ്ട. പകരം വേറൊരു സാധനം. ഏട്ടന് അച്ചാർ വേണ്ട കേട്ടാ. ഇത് ഏട്ടൻ്റെ പാത്രം. അച്ഛനത് ഇഷ്ടമല്ല. ഇത് ഇഞ്ചിത്തൈര്. ഞാൻ ഇതിൻ്റെ ഷോർട്സ് ഇട്ടുണ്ട്, ഒന്ന് കാണാത്തൊരു കാണാട്ടാ. അച്ഛൻ അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല, വെറുതെ. തൈര് ഇഷ്ടമല്ലാന്ന് ആർക്കും ഇഷ്ടം. അച്ഛൻ കഴിക്കില്ലല്ലോ അച്ഛാ, കഴിക്കില്ലല്ലോ. ഞാൻ കഴിക്കില്ല, കഴിക്കുന്ന ആൾക്കിപ്പോൾ കഴിക്കാൻ പറ്റാണ്ടായിപ്പോ. അതാണ് ഇഷ്ടമൊന്നുമില്ല വന്നിരിക്കുന്നത്. എന്താ ചെയ്യാ? പനിയാണെങ്കിൽ തൈര് കഴിക്കാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ ചെറിയൊരു പനി. ആ പേര് പറഞ്ഞ് അവിടെയും കൂടി ഞാൻ കഴിക്കണ്ടേ. ഏട്ടൻ്റെ ഇഞ്ചിത്തൈരും അവരെയൊക്കെ പറഞ്ഞു വിട്ടേ. വെള്ളം താഴ്ന്നു വിട്ടാ. നമ്മുടെ പുല്ലൊക്കെ കരിയണം. കരിഞ്ഞേ ഉള്ളൂ കേട്ടോ, നാളെ വലിക്കേണ്ടി വരും. ഉണ്ടോ? പുല്ല് കരിഞ്ഞേ ഉള്ളൂ. ആ പണ്ടത്തെ ഇതൊക്കെ പോയി, പച്ചപ്പൊക്കെ പോയില്ലേ? 2 ദിവസമായിട്ടുള്ളൂ. മഴയും പെയ്തു കേട്ടോ. ഞങ്ങൾ അടിച്ചപ്പോൾ അടിച്ചിട്ട് ഒരു അരമണിക്കൂർ മഴ പെയ്തു. അങ്ങനെ മഴ പെയ്തു, എന്നാലും കരിഞ്ഞു പുല്ല്. അതെ അതെ, 3 മണിക്കൂർ നിന്നാൽ നല്ല റിസൾട്ട് കിട്ടും. ഫലമൊക്കെ ഉണ്ടായിട്ടാ. ഉണ്ടോ? കരിഞ്ഞ് കുഞ്ഞാപ്രേ. ഗ്യാസുകാരൻ വന്നില്ല കേട്ടോ. ഗ്യാസ് കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കും. ഗ്യാസ് ഗ്യാസ് വന്നില്ല. കഴിഞ്ഞിട്ടില്ല, കഴിയാനായി. ഗ്യാസ് കുറ്റിയൊക്കെ ഇന്നലെ തൊട്ട് എടുത്ത് വെച്ച് കാത്തിരിക്കണം. ഇന്ന് വരാൻ പറഞ്ഞ ഇത്ര നേരം വന്നിട്ടില്ല. എന്ത് പറ്റിയാവോ? മറന്നു പോയോ ആവോ? അറിയില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. വിളിച്ച് പറയണം. രാത്രി ദോശയ്ക്ക് അരി അരയ്ക്കാൻ പോവാൻ കേട്ടാ. പച്ചരി ദോശ, അത് ദോശയാണ്. അത് ചപ്പാത്തി, രാവിലെ ചപ്പാത്തി കഴിച്ചു. കുറച്ച് രാവിലെ വെള്ളത്തിലിട്ടോ. എനിക്ക് 3 നേരം ചോറാണ് കഴിച്ചത്. ഉമ്മി പരീക്ഷയൊക്കെ കിട്ടുമെന്ന് പനിയും കൊണ്ടാണ് കേട്ടോ വന്നത്. എഴുതിയ പനി വന്നതെന്നറിയില്ല. കുറവുണ്ട്. പരീക്ഷ എഴുതിയിട്ടെന്നാലും പരീക്ഷ കളഞ്ഞില്ല. അതെ അതെ. അപ്പം ഞാൻ ഈ അരിയൊക്കെ ഒന്ന് അരച്ചെടുക്കട്ടെ രാത്രിക്കുള്ളത്. ഞങ്ങൾ ഉണ്ണിനെ കൊണ്ട് ജില്ലാശുപത്രിക്ക് പോയതാണ് കേട്ടോ. പനി വരുമ്പോഴേക്ക് പോയതാണ്. ഗുളികയില്ല, അപ്പോൾ തിരക്കൊന്നുമില്ല കേട്ടോ. ആദ്യത്തെ പോലെ എന്താണെന്നറിയില്ല. അതാണ് ഞങ്ങൾ ക്യൂ നിൽക്കുകയാണ്. കുറച്ച് പോയതും കിട്ടി, അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും. ആരുമില്ല, ആൾക്കാർക്ക് അസുഖമൊന്നുമില്ല. അതെ, അസുഖം ഇല്ലാണ്ടിരിക്കട്ടെ. എങ്കിലും തിരക്കുണ്ടാകണതാണ്. ഒന്നുമില്ല തിരക്ക്. എന്താണെന്ന് അറിഞ്ഞൂടാ. എന്തോ ഒരു മൂകത പോലെ ഉണ്ടായിരുന്നു അവിടെ. ഇട ദിവസം പോയോണ്ടായിരിക്കും. ഇട ദിവസമാണ് തിരക്കുണ്ടാവുക. പിന്നെ ഞങ്ങൾ ആശുപത്രി ഡോക്ടറെ കാണിച്ച് ഗുളിക വാങ്ങി, പിന്നെ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് പച്ചക്കറി വാങ്ങിയാണ് കേട്ടോ. കുറച്ചേ വാങ്ങിയുള്ളൂ. ഉണ്ണിക്ക് നിൽക്കാൻ വയ്യ, നല്ല പനി ഉണ്ടായിരുന്നു. സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഒരു പനി ഉണ്ടായിരുന്നില്ല. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല പനി. കുറച്ച് പച്ചക്കറി വാങ്ങിയുള്ളൂ. പിന്നെ ഏതെങ്കിലും കറങ്ങാൻ നിന്നില്ല ഞങ്ങൾ, അല്ലെങ്കിൽ ചായ കുടിച്ചിട്ട് വരും. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വരാൻ നിൽക്കേണ്ടത്. ശക്ത മാർക്കറ്റിൽ പോയില്ല, ചെറിയ മാർക്കറ്റിൽ പോയിട്ട് സാധനം വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരികയാണ്. ഓണത്തിരക്കാണ് ഇതൊക്കെ കാണുന്നത്. കുറേ ഫ്രൂട്ട്സ് തന്നെ ഉള്ളൂ. പുതിയൊരു തുണിക്കട വന്നിട്ടുണ്ടതാ, ട്രൈ ചെയ്ത് നോക്കണം. അതെ, ഓണത്തിരക്ക് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ. ബൈ ബൈ, സീ യു.